എവിടെയാണ്? ഒരു വിവരമില്ലല്ലോ. ബിസി? ഓ, തിരക്കെന്ന് പറഞ്ഞാ ഇങ്ങനെ പണി തപ്പി നടന്നുള്ള തിരക്ക. ഒരു ജോലിയും കിട്ടാനില്ലെന്നേ. എന്നെ എടുക്കാൻ ഇപ്പത്തെ അവസ്ഥയാണ്. അയ്യോ, അങ്ങനെ പറയരുത്. അല്ലേ തന്നെ ജെയിംസ് ഒക്കെ എവിടെ? ജെയിംസ് മാമയൊക്കെ അവനിപ്പം വരാന്ന് പറഞ്ഞതാ. എന്തിയെന്ന് അറിയത്തില്ല, അവസ്ഥ ലേറ്റ് ആണല്ലോ. അതെ അതെ, അവരായിരിക്കും. പിന്നെന്താ പറ, അതിന്റെ വിശേഷമൊക്കെ പറ. എത്ര നാളെ ഒന്ന് സംസാരിച്ചിട്ട്. എന്ത് എന്ത് വിശേഷം? മക്കളെ ഇതാരാ? എന്നാ ഉണ്ട്? കുറച്ച് തിരക്കിലായി പോയി, അതാ കാണാത്തെ. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ പറയണ്ട, പണ്ട് മുതലേ നോ ഇൻസ്റ്റ, നോ FB, നോ സോഷ്യൽ മീഡിയ. ഇവിടെ തന്നെ എങ്ങനെ കാണാൻ കിട്ടാനാടാ? അത് പറഞ്ഞപ്പോഴാ ഞാൻ അത്ര നിർബന്ധിച്ചിട്ട് അവനൊന്ന് FB പോലും എടുത്തത്. എന്റെ പൊന്നടാവേ, നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും ശരിയാകത്തൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലേ, ഈ നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീലൊന്നും ഇതില്ലാന്നേ. പക്ഷെ വീഡിയോ കോള് തിരക്കേടില്ല. അതെ അതെ. എടാ, എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. അല്ലോ, നീക്ക് എന്തേലും പറ. എന്നൊക്കെയുണ്ട് വിശേഷമൊക്കെ നാട്ടില്? ഇവിടെ എന്നാ വിശേഷിച്ചിരിക്കുന്നതാ, കണ്ടെയ്ൻമെന്റ് സോണും പിന്നെ അതിന്റെ കൂടെ വർക്ക് ഫ്രം ഹോമും ഇതൊക്കെ തന്നെ. എവിടെ നമ്മുടെ എവർഗ്രീൻ ആമി എവിടെ? പുള്ളിക്കാരി മാത്രം വന്നില്ലല്ലോ. അവള് വരുമ്പോ അവള് ചാടക്ക് ഇപ്പോഴും ഒരു കുറവില്ലല്ലേ? ഒന്ന് പോടാ, അവൾക്ക് ചാടൊന്നുമില്ല. ഇവള് പിന്നെ പണ്ട് അവളുടെ വലിയ സപ്പോർട്ടർ ആണല്ലോ. അതെ അതെ അതെ, ആ വന്നല്ലോ. എവിടെയാണ് മക്കളെ? ഇവിടെ. അതെ ജെയിംസ്, ബാക്കിയുള്ളവർ അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് നിന്റെ വർത്താനം? ഒന്നും അറിയുന്നില്ലല്ലോ. എടി കൊച്ചു, നീ ദേഷ്യപ്പെടാതെ. ഇനി തൊട്ട് നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. പറ, എന്തൊക്കെയാ എന്നിട്ട്? ഇങ്ങനെയൊക്കെ പോകുന്നു, സുഖമൊക്കെ തന്നെ. നിന്റെ വരം കുറവൊക്കെ എങ്ങനെ പോകുന്നു? സ്കൂളിലത്തെ പോലെ തന്നെ ഇപ്പോഴും പരിപാടികളൊക്കെ ഉണ്ടാ? കുഴപ്പമില്ലാതെ പോകുന്നുള്ളൂ. ലോക്ക്ഡൗൺ ആയിട്ട് ഇപ്പൊ തന്നെ പരിപാടി. നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് കൂടണ്ടേ? എത്ര നാളായി. നടന്നത് തന്നെ. ഇവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. നമ്മളിപ്പോ കൂടിയത് തന്നെ. അതെ, ഇവിടെയും കണ്ടെയ്ൻമെന്റ് സോണാ. അതെ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും ഫ്രീ ആയിട്ട് കൊടുക്കുക. വരുമോ? സെറ്റാക്കാം. ഉറപ്പായിട്ടും വരാം. അതെ. ആമി പോയല്ലോ. അവളെന്താ പെട്ടെന്ന് പോയെ? സിഗ്നൽ കട്ടായതാ, അല്ലാതെ എവിടെ പോവാൻ. പഴയ പോലെ തന്നെ അവളുടെ ജാടയായിരിക്കും, സിഗ്നൽ കട്ടായതൊന്നുമല്ല. ഒന്ന് പോടാ. നിനക്ക് എപ്പോഴും നമ്മളെ കളിയാക്കാനേ സമയം. എന്നാ പിന്നെ ഞാനും പോട്ടെ, സമയായി. ശരി, നമുക്ക് ആയിക്കോട്ടെ. ബൈ ബൈ, കാണാം. ബൈ. എടി എടി നീ എന്താ ഈ പറയുന്നു? ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. എടി എനിക്കൊന്നും മനസ്സിലാവണില്ല, താൻ എന്താ ഈ പറയുന്നത്? ഒന്ന് തെളിച്ച് പറ, എന്താ സംഭവിച്ചേ? എടാ, അവര് പറയുന്നത് ആത്മഹത്യയാണ്. എനിക്കാണ് ഒന്നും മനസ്സിലാവുന്നില്ല. അവൾക്കാണെ ആരും ഇല്ല. നമുക്കൊന്ന് കാണാൻ പോണ്ടേ? അറിയാടി, എനിക്കും അറിയാവോ കാര്യമില്ലെന്ന്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നെന്തായാലും ഒന്നും നടക്കില്ല, കണ്ടെയ്ൻമെന്റ് സോൺ ആയിപ്പോയില്ലേ. നീ
എന്തായാലും ഇന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങ്. നമുക്ക് നാളെ കാലത്ത് നോക്കാം. ഇപ്പൊ കിടക്ക്. ഹലോ, ആ കേൾക്കുന്നുണ്ട്. എന്താടി ഇപ്പോഴോ? ദേ വരുന്നു. ഓക്കെ. എടാ, സംഗതി നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. നല്ല സീനാണ് കാര്യങ്ങളൊക്കെ. എടി, എനിക്കതല്ല മനസ്സിലാവാത്തത്. എന്തിനാ ആമി കടുങ്കൈ ചെയ്തെന്നുള്ളതാണ്. അവള് ഷീസ് നോ മോർ എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. എടാ, എനിക്ക് അവളെ നിങ്ങളെപ്പോലെ വർഷങ്ങൾ പരിചയമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. നമ്മളറിയാത്ത എന്തെങ്കിലും കാണും, എന്തെങ്കിലും അവളുടെ ലൈഫിൽ കാണും നമ്മളറിയാത്ത. എടാ, തലേ ദിവസം കൂടെ വിളിച്ചു നമ്മളോട് എന്ത് ഹാപ്പി ആയിട്ട് അവൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ടൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നും. എനിക്കറിയത്തില്ല. എടാ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു. എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ജോർജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആളാണ് നമ്മുടെ ആമിയുടെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആള് ഇന്നലെ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോ നമ്മളെ നല്ല ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ആള് പറയുന്നു നമ്മളോട് സംസാരിക്കണമെന്ന്. ഞാൻ ഈ കോളിൽ ആളെ ആഡ് ചെയ്യണത് പ്രശ്നമൊന്നുമില്ലല്ലോ? ആ, ഓക്കെ. നമസ്കാരം, ഞാൻ ജോർജാണ്. ഇത് ജെയിംസും വിവേകും അല്ലേ? അതെ സാർ, അതെ. നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്ന് എല്ലാവർക്കും ഡൗട്ടുണ്ട്. സാർ എന്തായി പറയുന്നേ? ഞങ്ങൾക്ക് അവളെ വർഷങ്ങളായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് പോലും ഇല്ല. ഇന്നലെ ഒറ്റ ദിവസത്തെ കോളിൻ്റെ പേര് സാർ എങ്ങനെയാണ് ഞങ്ങളത് ചെയ്തെന്ന് പറഞ്ഞു വെച്ചിട്ട്. മാത്രല്ല, ഇന്നലെ ഞങ്ങൾ അവളെ കോണ്ടാക്ട് ചെയ്തപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. അവള് നല്ല ഹാപ്പി ആയിരുന്നു. ഇതൊരു കൊലപാതകമാണെങ്കിൽ then it must be a planned one. No fingerprints, no traces, no witnesses. കേസ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും കേട്ടോ. സാറേ, ഇപ്പം ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ കേസിന്റെ ഭാഗമായിട്ട് ഒരാഴ്ച അതുവഴി നിങ്ങൾ നാട്ടിലെത്തണം. ഈ അവസ്ഥയിലോ? സാറിനറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. എങ്ങനെ നാട്ടിൽ വരാൻ? എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ ശ്രമിക്കുക. ഓക്കെ? എന്തൊരു അവസ്ഥയാണ്. എടാ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇതിൻ്റെ പിന്നെ നമ്മളറിയാത്ത എന്തെങ്കിലും ഉറപ്പായിട്ടുമുണ്ട്. നമുക്കത് കണ്ടുപിടിക്കണം. അവളുടെ ലൈഫിൽ നമ്മളറിയാത്ത എന്തെങ്കിലും ഉണ്ട്. എടാ, നിങ്ങൾക്ക് അല്ലേ അവളെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. നിങ്ങളൊന്ന് പറ. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ, എന്നെക്കാളും എന്തെങ്കിലും എക്സ്ട്രാ അറിയാമെങ്കിൽ അതൊന്നും പറ. എടാ, നിനക്കറിയാവുന്ന പോലെ തന്നെ ഞങ്ങൾക്കും അറിയുള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും അറിയില്ല. എടിയെ, അവൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ആമി അങ്ങനെ ചെയ്യത്തില്ല. എന്തെങ്കിലും കാണും. എടാ, നമുക്കറിയാവുന്ന ആമി അങ്ങനെയല്ല. എന്തോ ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഈ കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയോ രക്ഷപ്പെടാൻ വേണ്ടിയോ അല്ല. നമ്മുടെ ആമിക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി മാത്രം.
കോളേജിലെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ ഇപ്പം ഇറങ്ങാൻ നിൽക്കുവാണ്. ആൻഡ് ആക്ച്വലി ഐ എം റിയലി റിയലി ഹാപ്പി. ലൈക്ക് നമ്മൾ വിചാരിച്ച കോളേജിൽ തന്നെ പോകാൻ കഴിയുക എന്ന് പറയുന്നത് ദാറ്റ്സ് എ ബ്ലെസ്സിങ്, റൈറ്റ്? സോ ഐ എം റിയലി എക്സൈറ്റഡ്. സോ പ്രേ ഫോർ മീ. ഓ, അമ്മ വന്നു. ഐ ഹാവ് ടു ഗോ. ഞാൻ തിരിച്ചു വന്നിട്ട് ഐ അപ്ഡേറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇനിയിപ്പോൾ വീട്ടിലങ്ങനെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വരാം. ഓക്കെ, അതെ, ബൈ. ഹായ് ഗൈസ്, ഞാനിപ്പം വീട്ടിലാണുള്ളത്. കോളേജ് വിട്ടു. മിക്കവാറും നാളെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഹലോ, ഇത് ഡോക്ടർ ഷബീർ അല്ലേ? എടാ, ഞാൻ ജെയിംസാ. എടാ, ഒരു ചെറിയ ഹെൽപ്പ് വേണം. അല്ലടാ, ഇത് കുറച്ച് സീരിയസാ. വരാം. അളിയ, നീ KK ഹോസ്പിറ്റലല്ലേ വർക്ക് ചെയ്യുന്നേ? ആ അതെ, എന്തു പറ്റി? എടാ, നിനക്ക് ഈ അടുത്ത് മരിച്ച ആമീന്ന് കൊച്ചിനെ അറിയോ? എടാ, ഇപ്പൊ ഒരു സൂയിസൈഡും കോൺട്രവേഴ്സിയും ഒക്കെ ആയിട്ട് കേസ് നടക്കണ്ടല്ലേ, ആ ആമി. ആ, നീ പറഞ്ഞ ആമ എനിക്ക് മനസ്സിലായി. അവളെന്റെ പേഷ്യന്റ് ആയിരുന്നു കുറച്ച് നാൾ മുമ്പ്. എടാ, അവക്ക് ശരിക്കും എന്തായിരുന്നു പ്രശ്നം നിന്റെ അടുത്ത് കൊണ്ടുവരാൻ മാത്രം? അവൾക്ക് ഷിസോഫ്രീനിയ ആയിരുന്നു. ഷിസോഫ്രീനിയോ? അതെന്താ? അതൊരു മെന്റൽ ഡിസോർഡർ ആണ്. ചിലപ്പോ അത് ബിഹേവിയറിനെയോ അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന കാര്യങ്ങളെയോ അത് എഫക്ട് ചെയ്യും. ഇതിന്റെ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോ വീട്ടുകാരെ പറ്റിയിട്ടാവും, അല്ലെങ്കിൽ നെയ്ബേഴ്സിനെ പറ്റിയിട്ടാവും, അതല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും പറ്റിയിട്ടാവും. ആ ഒരു കാറ്റഗറി പെട്ടിട്ടുള്ള ആളാണ് ആമി. എടാ, എനിക്ക് അറിയേണ്ടത് വേറൊന്നുമില്ല, അവൾ എന്തെങ്കിലും സീരിയസ് ട്രീറ്റ്മെന്റിലായിരുന്നോ? അവൾ ഈ മരണം എന്തെങ്കിലും ചെറിയൊരു കണക്ഷൻ ഉണ്ടോ എന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞാൽ മതി. അവള് ട്രീറ്റ്മെന്റിലായിരുന്നു കുറച്ച് നാൾ മുമ്പ്. പക്ഷെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. നീ ഒരു കാര്യം ചെയ്യും, അവളെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡറിനോട് ചോദിക്കും. ചിലപ്പോ അവർക്ക് എന്തെങ്കിലും അറിയണ്ടോ. അവക്ക് ബൈസ്റ്റാൻഡറോ? ആരായിരുന്നു അവളുടെ ബൈസ്റ്റാൻഡർ? എന്താടാ കാര്യങ്ങളൊക്കെ? കാര്യങ്ങള് ഇങ്ങനെ പോകുന്നടി. എടി, എടാ, നിങ്ങൾ അന്വേഷിച്ചോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ആ എടാ, എന്റെ നാട്ടിലുള്ള കോണ്ടാക്ട്സിനടുത്തൊക്കെ ഞാൻ അന്വേഷിച്ചു. അവൾ അത്യാവശ്യം റിസർവ്ഡ് ആയിട്ടുള്ള ആളല്ലായിരുന്നു. വലിയ ഇൻഫർമേഷൻ ഒന്നും ആരുടെയും കയ്യിൽ നിന്ന് കിട്ടാനില്ല. പരിചയക്കാരൊക്കെ തീരെ കുറവാ. അത്രയൊക്കെ തന്നെ ഞാനും പ്രതീക്ഷിച്ചുള്ളൂ. പിന്നെ നീ എന്താ മിണ്ടായിരിക്കുന്നേ? നിനക്കെല്ലാം അറിയാവുന്നല്ലേ, നീ പറ. നീ എന്തീ പറയണേ? എടി, ഞങ്ങൾക്കൊക്കെ അറിയാം നീ അവളുടെ ബൈസ്റ്റാൻഡർ ആയിരുന്നെന്നും അവൾക്ക് ഷീസോഫ്രീനിയ ആയിരുന്നെന്നും ഒക്കെ. പിന്നെ നീ എന്തിനാ ഇത് മറച്ചു വെക്കുന്നത്? നീ പറ, കാര്യങ്ങൾ പറ. നിനക്കല്ലേ എല്ലാം അറിയാവുന്ന, ഞങ്ങൾക്ക് എന്താ അറിയാം? What the fuck are you talking? ഞാൻ അവളെ ബൈസ്റ്റാൻഡർ ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. അവൾക്ക് ഷിസോഫ്രീനിയ ആയിരുന്നു എന്നും എനിക്കറിയാം. പക്ഷെ അത് ഞാൻ പുറത്ത് പറയാതിരുന്നത് അവളുടെ ഭാവിയെ ഒന്ന് സ്പോയിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നീ എന്തീ പറയുന്നേ? നീ എന്തറിഞ്ഞിട്ടീ സംസാരിക്കുന്നേ? നീ അല്ലെങ്കിലും കേട്ടതല്ലേ? അവൻ എന്തറിഞ്ഞിട്ടീ പറയുന്നേ? ഇപ്പൊ കൊറേ നാളും ഇല്ലാണ്ട് ഒരു പെട്ടെന്നൊരു കോണ്ടാക്ട് വരുന്നു. പിന്നെ എന്താ,
അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാൻ നോക്കുന്നത് അവൻ ഇതിൽ പെട്ടുപോയത് മാത്രമാണ്, അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. എനിക്കിനി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല, ഞാൻ പോവാ. ബൈ. സഹിക്കാൻ പറ്റുന്നില്ല, അല്ലാതെ ഒറ്റക്കായി പോയി. അമ്മ ഞാനിപ്പോ വരാം. എല്ലാരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്കെല്ലാം കൂടെ ഭ്രാന്താവാ ചെയ്യുന്നേ. നിനക്ക് എങ്ങനെയെങ്കിലും ഒന്നും കൂടിക്ക് വരാൻ പറ്റുമോ? എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എടാ, അവൾ ഇതുപോലെ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. ഞാനപ്പോൾ അത് കാര്യമാക്കിയില്ല. ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്? എന്താ നമ്മൾ അറിഞ്ഞില്ലല്ലോടി. നമ്മളെങ്കിലും അവളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വരത്തില്ലായിരുന്നു. നമുക്ക് പോലും പറ്റിയില്ലല്ലോ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. ഒരിക്കലും ഇല്ല. ഞാൻ അവളുടെ FB ഓപ്പൺ ചെയ്തു. നമുക്ക് നിങ്ങളെ പോലെ ഹാക്കിംഗ് ഒന്നും അറിയില്ല, പക്ഷെ ഫോർഗോട്ട് പാസ്വേഡ് 3 ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ക്യാദറിന് അവളെ പറ്റി എല്ലാം അറിയാം. ക്യാദറിൻ്റെ സഹായത്തോടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. എടാ ജെയിംസേ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എടാ പിന്നെ നമ്മുടെ ആമിയുടെ കേസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? വല്ലോ തുമ്പും കിട്ടിയോ? അന്വേഷിക്കുന്നുണ്ടോ? ഒന്നും ആയില്ല, ഇങ്ങനെ പോകുന്നു. നിനക്ക് വല്ല ലിങ്കും കിട്ടിയോ? ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ശ്രമിക്കുന്നുണ്ട് അന്വേഷിക്കാൻ, പക്ഷെ എനിക്ക് പരിമിതികളില്ലേ. നീ എത്ര കാലമായി ഇങ്ങനെ ശ്രമിക്കാൻ തുടങ്ങിയിട്ട്? ഇനി എത്ര കാലം നീ ശ്രമിക്കും? എൻ്റെ വിചാരം ഞങ്ങളൊന്നും കണ്ടുപിടിക്കില്ലെന്നാണോ? ഞങ്ങൾക്ക് ആർക്കും നിന്നെ മനസ്സിലാവില്ലെന്നാണോ? എടാ പന്ന പുന്നാര മോനെ, കൊന്നു കളഞ്ഞില്ലടാ നീ. കൊന്നു കളഞ്ഞില്ലേ ആ പാവത്തിനെ? എന്തിനായിരുന്നു? അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്തിനായിരുന്നു നീ അത് ചെയ്യുന്നത്? എന്തിനു വേണ്ടി? എന്തിനാടാ ആമീനെ കൊണ്ട് കൊന്നത്? എടാ ഞങ്ങൾ തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നു കുറച്ചധികം നാള്. എനിക്കത് വെറും ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമായിരുന്നു. എടാ മറ്റു പെണ്ണുങ്ങളെ പോലൊക്കെ തന്നെ, നിനക്കറിയാമല്ലോ. അല്ലാതെ അവക്കാണ് ഈ പ്രണയവും മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ പുറകെ നടന്നത്. എടാ ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ ആഗ്രഹങ്ങൾ തീരുമ്പം കഴിയുന്നതേ ഉള്ളൂ എന്റെ ഈ പ്രണയവും എന്റെ ഒരാളോടുള്ള ആഗ്രഹങ്ങളൊക്കെ. പക്ഷേ കുറെ നാള് ഇവളെ സാധാരണ പെണ്ണുങ്ങളെ പോലൊന്നും അല്ല, കുറെ നാള് ഇവളുടെ പുറകെ നടന്നു. പക്ഷെ അവള് ഒരിക്കലും വഴങ്ങി തന്നില്ല. പിന്നീട് അതിന്റെ എല്ലാം കൂടെ ഫ്രസ്ട്രേഷനിൽ ഞാൻ ഒരു ദിവസം
നമ്മൾ തമ്മിൽ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിത് അവസാനിപ്പിക്കാം. എന്താ ഉദ്ദേശിക്കുന്നത്? ലെറ്റ്സ് എൻഡ് ദിസ് റിലേഷൻഷിപ്പ്. എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ടായിരിക്കില്ലേ നീ ഇത്ര ദിവസം എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത്? വിവേക്, എന്താ നിന്റെ പ്രശ്നം? എന്താ ഇവിടെ പ്രശ്നമുള്ളത്? ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒന്നും പ്രാക്ടിക്കൽ അല്ലെന്ന് നിനക്കറിയാലോ. ഇത്രയും കാലമായിട്ട് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ പെട്ടെന്ന് ഇത്ര വലിയ പ്രശ്നമാകും. നിനക്കും അറിയാം, എനിക്കും അറിയാം, ഈ റിലേഷൻഷിപ്പ് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ എന്തിനാ ഈ അനാവശ്യ കോൺവെർസേഷൻസ്? നമുക്കിതൊരു കൺസെൻസസ് നിർത്തിക്കൂടെ? നീ അല്ലേ ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആക്കിയത്? എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് പറ, എനിക്കൊരു എക്സ്പ്ലനേഷൻ വേണം. എന്താ കാര്യം എന്താന്ന് പറയണം. നിനക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. നീ നിന്റെ പണി നോക്കു പോയി. ലെറ്റ്സ് ഫക്കിംഗ് എൻഡ് ദിസ് ബുൾഷിറ്റ്. ചുമ്മാ I'm gonna go. എടാ, അറ്റ്ലീസ്റ്റ് നീ ഒന്ന് മെസ്സേജ് തുറന്ന് വായിച്ചു നോക്ക്. അല്ലാതെ ഇങ്ങനെ ഇഗ്നോർ ചെയ്തിട്ട് എന്താ കാര്യമില്ലേ? പ്ലീസ് പെട്ടെന്ന് വന്ന് നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? നീ കാര്യം പറ. നീ എന്താ പ്രശ്നം എന്ന് പറ. വി ക്യാൻ വർക്ക് ഓൺ ദാറ്റ്. പ്ലീസ് ജസ്റ്റ് ഒരു ചാൻസ് താ. പ്ലീസ്. ഞങ്ങളും അങ്ങനെ തന്നെ വിചാരിച്ച. പക്ഷെ നമ്മൾ വിട്ടുപോയൊരു ലിങ്ക് ഉണ്ട് ഗൂഗിൾ എന്ന FB അക്കൗണ്ട്. അത് നമ്മളിതുവരെ കാര്യമാക്കി. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ആകെ കിട്ടിയതൊരു കോഡ് മാത്രം, ഒരു വലിയ കോഡ്. അത് വെച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കൂട്ടിയും കഴിച്ചൊക്കെ നോക്കി, ഒന്നും നടന്നില്ല. അപ്പോഴാണ് അതേ നമ്പേഴ്സിനെ ഞാൻ ആൽഫബറ്റ്സിലേക്ക് മാറ്റി. അങ്ങനെ കിട്ടി പൂക്കൾ 827@gmail.com. അങ്ങനെ ഞാൻ Gmail ഓപ്പൺ ചെയ്തു. പക്ഷെ അതിൽ ആമയും പൂക്കളും സംസാരിച്ചതായിട്ട് ഒന്നും തന്നെ ഉണ്ടായില്ല. ഇതൊരു കൊലപാതകമാണെങ്കിൽ then it must be a planned one. No fingerprints, no traces, no witnesses. അവർ പറയുന്നത് ആത്മഹത്യയാണ്. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ടാസ്ക് ആമി ചെയ്തു. പൂക്കൾ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ടാസ്കുകൾ മാത്രമല്ല, പൈസയും കൊടുത്തിട്ടുണ്ട്. അത് 10,000 രൂപ. സാർ എനിക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എന്ന് ഓർമ്മയുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഗൂഗിൾ പേ വഴിയാണ് ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത്. മൊത്തത്തിൽ അവരുടെ ചാറ്റെല്ലാം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ ഷബീറിൻ്റെ എടാ ജെയിംസ്, ഐ എം റിയലി സോറി മാം. ചില സമയങ്ങളിൽ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം വരും. ഞങ്ങൾക്ക് ഈ ഡില്യൂഷനും ഹാലൂസിനേഷനും നമുക്ക് മാറിപ്പോകും.
അത് ട്രീറ്റ്മെൻറ്റിൽ സംഭവിക്കുന്നൊരു മിസ്റ്റേക്കാണ്. ആക്ച്വലി ആ മിസ്റ്റേക്ക് ആമിയുടെ കേസിന് സംഭവിച്ചു. അവൾക്ക് ഷിസോഫ്രീനിയ അല്ലായിരുന്നു, അവൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. എന്നുവെച്ചാൽ പൂക്കളെന്നത് അവളുടെ വേറെ പേഴ്സണാലിറ്റി. നമ്മളാരും അറിയാതെ, നമ്മളൊന്നും അറിയിക്കാതെ, അവളെ തന്നെ അറിയിക്കാതെ അവളെ തന്നെ സേഫ് ആക്കുമായിരുന്നു. അതിനായിരുന്നു ജിമെയിൽ കൂടെയുള്ള സംസാരം പോലും. ആക്ച്വലി ഇതിന് വിവേകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവളുടെ മരണവും വിവേകും തമ്മിൽ ഒരു ബന്ധവുമില്ല. വിവേകിൻ്റെ അപ്പോളജി വീഡിയോ പോലും ആമി പൂക്കളായി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. വിവേക്, ഇന്ന് രാത്രി തന്നെ എനിക്ക് നിൻ്റെ അപ്പോളജി വീഡിയോ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ നീ മാമയായിട്ടുള്ള മുഴുവൻ കോൺവെർസേഷനും പൂക്കൾ എന്ന് പറഞ്ഞ ആ പേജിൽ നിന്ന് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. യു നോ ദ കോൺസിക്വൻസസ്, റൈറ്റ്? Hi, Ami. I'm really sorry for what I did to you. നിന്നോട് ഞാൻ ചെയ്തത് വലിയൊരു ചതിയാണ്. അതിന് നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കും. I'm a cheater and I'm sorry for that. അല്ലാതെ വേറെ ഒന്നുമല്ല. ഓരോ ടാസ്കും കഴിഞ്ഞ് വീണ്ടും വീണ്ടും അടുത്ത ടാസ്കുകൾ വന്നുകൊണ്ടിരുന്നു. അതായത് അവൾക്ക് തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാം ആമി കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ അവസാനത്തേതായിരുന്നു അവളുടെ മരണം. അത് മാത്രം പൂക്കൾക്ക് സഹിച്ചില്ല. അന്നായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പ് വീഡിയോ കോൾ. അങ്ങനെയാണ് അവളുടെ മരണം. സാറേ പണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങളായിട്ട് തന്നെ തീർക്കുമായിരുന്നു. പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയ ആയി എല്ലാം ആയപ്പോൾ ഞങ്ങളുടെ സൗഹൃദത്തിനോ ബന്ധത്തിനോ ഒന്നും അതൊരു വിലയില്ലാത്ത അവസ്ഥയായി. ശരിക്കും അവളെ കൊന്നത് ഒന്നും അവളുടെ രോഗമല്ലല്ലോ സാർ, ഞങ്ങളല്ലേ, ഞങ്ങളുടെ അകൽച്ചയല്ലേ. അത് ഞാനിപ്പോൾ തിരിച്ചറിയും. പോട്ടെ. നിങ്ങളുടെ തെറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞു, നല്ലത്. എന്തായാലും ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്യുവാണ്. നിങ്ങൾ കുറ്റക്കാരല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ കേസിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായി മുന്നോട്ട് പോകാം. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ. താങ്ക് യു. ഹലോ എടി, കേസൊക്കെ സോൾവ് ആയി, കംപ്ലീറ്റ് ആയിട്ട്. ജോർജ് ഏട്ടന് എവിഡൻസ് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? എന്താ? അല്ല, ജോർജ് ഏട്ടന് എവിഡൻസ് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഞാൻ വിളിക്കാം. ഹലോ, ഞാൻ വിളിക്കാം, ഞാൻ തിരിച്ചു വിളിക്കാം. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ജോർജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളാണ് നമ്മുടെ ആമിയുടെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. സാർ, എനിക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞല്ലോ. ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ച അതിനുള്ളിൽ നിങ്ങൾ നാട്ടിലെത്തണം. അപ്പോൾ നിങ്ങൾ അവിടെ എല്ലാം ക്ലോസ് ചെയ്ത്
നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇറ്റ് വാസ് അഗൈൻസ്റ്റ് അവർ റൂൾസ് ആൻഡ് പ്രോട്ടോകോൾസ്. സോ എനിക്ക് എല്ലാം അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ശ്രീകൃഷ്ണൻ കൊണ്ട് പറഞ്ഞിട്ടില്ല സാറേ, ലക്ഷ്യം അത് മാർഗത്തെ സാധൂകരിക്കും. ഈ കേസ് തെളിയിച്ചിട്ട് എനിക്ക് 3 ദിവസമായി. പക്ഷേ കേസ് ക്ലോസ് ചെയ്തിട്ടും ഞാൻ ജെയിംസിനെ കൊണ്ട് വീണ്ടും അന്വേഷിപ്പിച്ചു. സുഹൃത്തിൻ്റെ അവസ്ഥ നേരിട്ടവർ തിരിച്ചറിയണമായിരുന്നു. അവൾ കടന്നുപോയ അവസ്ഥ അവർ മനസ്സിലാക്കണമായിരുന്നു. ക്യാതറിൻ്റെ ചേട്ടൻ എന്ന നിലവിൽ ഇവരെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഒരു തിരിച്ചറിവ് കൊടുക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ വീണ്ടും ഈ കേസ് അവനെക്കൊണ്ട് അന്വേഷിപ്പിച്ചത്. സോഷ്യൽ മീഡിയ എന്ന 4 ചുവരിൽ ഒതുങ്ങുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾ. ഒരു 2 മെസ്സേജിലോ അല്ലെങ്കിൽ ഒരു ഇമോജിയോ കൂടിയാണ് അവർ സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നത്. റിയൽ വേൾഡിൽ കൂടെ ആൾക്കാർ സംസാരിക്കണം, ഇമോഷൻസ് പങ്കുവെക്കണം. കുനിഞ്ഞ് മൊബൈലിൽ നോക്കി നടക്കാതെ നിവർന്ന് ആൾക്കാരെ നോക്കി നടക്കാൻ പഠിക്കണം.